നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വെയർ, സിറ്റി ഷൂസ് അങ്കമാലി, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ഹാജരാക്കണം. സർക്കാർ നിലപാട് തേടി ഹൈക്കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഗുരുതര വെളിപ്പെടുത്തലിൽ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ടുള്ള ഹർജി ഫയലിൽ സ്വീകരിച്ച് ഹൈക്കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണമായ രൂപം ഹാജരാക്കുവാൻ സർക്കാരിന് നിർദ്ദേശം നൽകി. മുദ്രവച്ച കവറിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശം. സർക്കാരിന്റെ നിലപാട് ഇക്കാര്യത്തിൽ കോടതിക്ക് അറിയേണ്ടതുണ്ടെന്ന് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് പറഞ്ഞു. ഞാൻ കണ്ട വളരെ നല്ല മനുഷ്യരിൽ ഒരാളാണ് ശശി. PK ശശിയെ പുകഴ്ത്തി ഗണേഷ് കുമാർ. CPIM നേതാവ് PK ശശിയെ പുകഴ്ത്തി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. ഫണ്ട് തിരിമറി ആരോപണത്തിൽ ഉൾപ്പെട്ട PK ശശിയെ പുകഴ്ത്തിയാണ് മന്ത്രി KB ഗണേഷ് കുമാർ രംഗത്തെത്തിയത്. ഞാൻ കണ്ട വളരെ നല്ല മനുഷ്യരിൽ ഒരാളാണ് PK ശശി. മികച്ച ജനപ്രതിനിധിയും നല്ല മനുഷ്യനുമാണ് ശശി. അദ്ദേഹത്തെ തകർക്കുവാൻ ശ്രമിക്കുന്നവർ ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തെ കൂടിയാണ് തകർക്കുന്നത് എന്ന് ഓർക്കണം. താനും ഇതുപോലെ ഒരുപാട് ആരോപണങ്ങൾക്ക് ഇരയായിട്ടുണ്ട്. കള്ളനെയും പിടിച്ചുപറിക്കാരനെയും ആർക്കും വേണ്ട. നല്ലത് ചെയ്യുന്നവനെ കുറ്റക്കാരനാക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സും ലഭ്യമാണിവിടെ. സിറ്റി ടവർ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ് അങ്കമാലി. Our sister concern City Wear and City Shoes Angamali. Number 048424555555. വയനാട്ടിലെ പുനരധിവാസം പാളി. മന്ത്രിസഭാ ഉപസമിതി സ്ഥലം വിട്ടു. K. സുരേന്ദ്രൻ. മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ നിന്നും സ്ഥലം വിട്ടുവെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. പ്രധാനമന്ത്രി വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും വിശദമായ മെമ്മോറാണ്ടം നൽകുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. വയനാട്ടിലെ പുനരധിവാസം പാളി. വയനാട്ടിലുള്ളത് മന്ത്രി കേളു മാത്രമാണ്. താൽക്കാലിക പുനരധിവാസം പോലും നടപ്പായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴുമുള്ളത് താൽക്കാലിക നിവേദനം മാത്രമാണ്. മന്ത്രിസഭാ ഉപസമിതി തികഞ്ഞ പരാജയമാണ്. ഫോട്ടോഷൂട്ടിൽ മാത്രമായിരുന്നു അവർക്ക് താൽപര്യം. ദുരന്തം പ്രതിരോധിക്കുവാനുള്ള 600 കോടി ഇപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ട്. കേരളം നാഥനില്ലാ കളരിയായി മാറിയെന്നും K. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വമേധയാ കേസെടുക്കുന്നതിന് നിയമപ്രശ്നങ്ങളുണ്ട്. മന്ത്രി VN വാസവൻ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വമേധയാ കേസെടുക്കുന്നതിന് നിയമപ്രശ്നങ്ങളുണ്ടെന്ന് മന്ത്രി VN വാസവൻ. സർക്കാരിന് ഒന്നും മറയ്ക്കാനില്ല. മുദ്രവെച്ച കവറിൽ പൂർണ്ണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നതിന് സർക്കാരിന് തടസ്സങ്ങൾ ഇല്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ലഹരി ഉപയോഗത്തിന് തടയിടുവാൻ സർക്കാർ നടപടികൾ സ്വീകരിച്ചിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. ഡോക്ടറുടെ കൊലപാതകം. സമരം ചെയ്യുന്ന ഡോക്ടർമാർ അടിയന്തരമായി ജോലിക്ക് കയറണമെന്ന് ചീഫ് ജസ്റ്റിസ്.
കൊൽക്കത്തയിലെ വനിതാ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് സമരം ചെയ്യുന്ന എല്ലാ ഡോക്ടർമാരും അടിയന്തരമായി ജോലിക്ക് കയറണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ്. ദേശീയ കർമ്മസമിതി റിപ്പോർട്ട് വരും വരെ ഡോക്ടർമാർ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറണമെന്നാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. പ്രതിഷേധിച്ചവർക്കെതിരെ നിർബന്ധിത നടപടിയെടുക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ചീഫ് ജസ്റ്റിസിന്റെ നിർദ്ദേശത്തിൽ തീരുമാനമെടുക്കുവാൻ കൊൽക്കത്തയിലെ ഡോക്ടർമാരുടെ സംഘടന ഉടൻ യോഗം ചേരും. ശേഷം തീരുമാനം പ്രഖ്യാപിക്കും. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ദുരന്തം ചൂഷണത്തിനുള്ള അവസരമാക്കുന്നവരെ നിയന്ത്രിക്കുവാൻ അറിയാം. എല്ലാവർക്കും താമസ സൌകര്യം ഉറപ്പാക്കും. കെ രാജൻ. വയനാട്ടിലെ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം പ്രദേശത്ത് ഭൌമശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ പഠനത്തിന്റെ ആദ്യഘട്ട റിപ്പോർട്ട് പൂർത്തിയായെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. സ്റ്റാറ്റ്യൂട്ടറി കമ്മിറ്റി പഠിച്ച ശേഷം സർക്കാരിലേക്ക് റിപ്പോർട്ടെത്തും. ഇതിനുശേഷം തുടർ നടപടി സ്വീകരിക്കും. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ മേഖലയിൽ ജനജീവിതം സാധ്യമാണോ എന്നാണ് പരിശോധിക്കുന്നത്. ഈ മേഖലയിൽ തുടർ താമസം സാധ്യമല്ല എങ്കിൽ അതിനനുസരിച്ച് പുനരധിവാസം നടപ്പാക്കും. ക്യാമ്പിൽ കഴിയുന്നവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണ്. അവർക്ക് ബദൽ താമസ സൌകര്യം ഉറപ്പാക്കിയ ശേഷമേ ക്യാമ്പുകൾ അവസാനിപ്പിക്കുകയുള്ളൂ. നിശബ്ദത പരിഹാരമാകില്ല. ഹേമ കമ്മിറ്റിയിൽ വന്ന പരാതികൾ ഗൌരവത്തോടെ സമീപിക്കണം. ലിജോ ജോസ് പല്ലിശ്ശേരി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷം പ്രതികരണവുമായി സംവിധായകൻ ലിജോ ജോസ് പല്ലിശ്ശേരി. ഹേമ കമ്മിറ്റി മുൻപാകെ വന്നിട്ടുള്ള മൊഴികളും പരാതികളും അർഹിക്കുന്ന ഗൌരവത്തോടെ സമീപിക്കേണ്ടതാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നു. നിശബ്ദത ഇതിന് പരിഹാരമാകില്ലെന്നും ലിജോ ജോസ് പല്ലിശ്ശേരി പറഞ്ഞു. തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയായിരുന്നു പ്രതികരണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പേരുകൾ പുറത്തുവിടണം. ഇൻഡസ്ട്രിയെ മൊത്തം അധിക്ഷേപിക്കരുത്. നടി ശ്രേയ രമേശ്. സകലരെയും ബാധിക്കുന്ന ഒരു കാർപ്പറ്റ് ബോംബിംഗ് പോലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്ന് നടി ശ്രേയ രമേശ്. ആയിരക്കണക്കിന് പേരാണ് സിനിമ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നത്. അവർ നമ്മുടെ സൊസൈറ്റിയുടെ ഭാഗവുമാണ്. ഏതാനും ചിലർ പ്രശ്നക്കാരായിട്ടുണ്ടെങ്കിൽ ആ പേരിൽ ഇൻഡസ്ട്രിയെ മൊത്തം അധിക്ഷേപിക്കുന്നത് ശരിയല്ലെന്നും നടി ഫേസ്ബുക്കിൽ കുറിക്കുന്നു. നോഡൽ ഓഫീസർ മടങ്ങി. കമ്മ്യൂണിറ്റി കിച്ചനും പൂട്ടി. വയനാട്ടിൽ തെരച്ചിൽ അവസാനിപ്പിക്കുന്നു. 119 പേർ കാണാമറയത്ത്. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുന്നു. 119 പേരെയാണ് നിലവിൽ കണ്ടെത്താനുള്ളത്. തെരച്ചിൽ സംഘത്തിൽ ആളുകളെ വെട്ടിക്കുറച്ചത് വിമർശനത്തിന് വഴിവച്ചിരുന്നു. വയനാട്ടിൽ ഇപ്പോഴും ഇടവിട്ട് മഴ പെയ്യുന്നതിനാൽ ജാഗ്രത തുടരുന്നുണ്ട്. അതേസമയം ക്യാമ്പുകളിൽ 97 കുടുംബങ്ങൾ തുടരുകയാണ്. ഇതുവരെ 630 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്.
സിനിമാ മേഖലയിലെ ഭാവി നയം രൂപീകരിക്കാനാണ് കോൺക്ലേവ്. പാർവതിക്ക് മറുപടിയുമായി സജി ചെറിയാൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗൌരവമുള്ളതെന്ന് മന്ത്രി സജി ചെറിയാൻ. കോടതി നിർദ്ദേശം സ്വാഗതം ചെയ്യുന്നു. കോടതി എന്തു പറഞ്ഞാലും നടപ്പാക്കും. സർക്കാർ ഭരണപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. മന്ത്രി ബാലഗോപാൽ പറഞ്ഞത് കേട്ടിട്ടില്ല. ബാലഗോപാൽ പോസിറ്റീവാണ് പ്രതികരിച്ചതെന്ന് മനസ്സിലാക്കുന്നു. സർക്കാരിൽ അഭിപ്രായ വ്യത്യാസമില്ല. സിനിമാ കോൺക്ലേവിനെതിരെ വിമർശനമുന്നയിച്ച നടി പാർവതി തിരുവോത്തിന് മന്ത്രി മറുപടി നൽകി. കോൺക്ലേവ് ചർച്ച ചെയ്യുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമല്ല, ഇരകളെയും വേട്ടക്കാരെയും ഒരുമിച്ചിരുത്തുന്നു എന്ന ആരോപണം തെറ്റിദ്ധാരണ മൂലം. സിനിമാ മേഖലയിലെ ഭാവി നയം രൂപീകരിക്കാനാണ് കോൺക്ലേവ്. വിവിധ സംഘടനാ പ്രതിനിധികളെ ക്ഷണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.